ഹായ് ഗൈസ്, വെൽക്കം. ഇന്ന് മിയ പറഞ്ഞിട്ടെടുക്കുന്ന ഒരു വ്ളോഗാണ്. മിയയ്ക്ക് ഈവനിങ് വ്ളോഗായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ടു. മിയയ്ക്ക് പയർ മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ പയറും കായുമായിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. അപ്പോൾ മിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മെഴുക്കുവരട്ടി സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ എനിക്കും കൂടെ സെറ്റ് ചെയ്യാം. അതിന് ചെറിയൊരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് പയറും സവാളയും കൂടെ ഇട്ടിട്ട് വഴറ്റുക. അപ്പുറത്ത് തന്നെ എനിക്കുള്ള മെഴുക്കുവരട്ടിക്കുള്ളതും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പയറും കായും കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിയയുടെ മെഴുക്കുവരട്ടിയുടെ കാര്യങ്ങൾ നോക്കാം. പയറും കായും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് മിയയ്ക്കാണെങ്കിൽ മിയയുടെ മെഴുക്കുവരട്ടിക്കുള്ള ഉപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ തന്നെ എല്ലാം സെറ്റ് ചെയ്തോളാം. എൻ്റെ അടുത്ത് കൂടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവളിതാ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ടു. ഉപ്പൊക്കെ നല്ല രീതിയിലൊക്കെ ആൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുക്കറിൽ വിസിലൊക്കെ പോയി. ഇതാ പയറും കായൊക്കെ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയായിട്ട് നമ്മൾ അരിഞ്ഞ് ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഇടിക്കാൻ പോയ സമയം കൊണ്ട് എണ്ണ കരി പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും വേഗം ഇടിച്ച് സെറ്റ് ചെയ്ത് വെച്ച് അതാ ഞാൻ നേരത്തെ ഇടിക്കാൻ പോയി. ഇതാ വന്നപ്പോഴത്തേനും ഒരുവിധം അടിയിൽ കരി പിടിച്ചു തുടങ്ങി. വേഗം എടുത്ത് ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇത്തിരി ഒന്ന് മൂത്ത് വരണ വരെ നമ്മൾ ഒന്ന് ഇളക്കേണ്ടതാണ്. അത് ഇളക്കി കഴിഞ്ഞുകൊണ്ടിരിക്കൽ തന്നെ മുളക് പൊടി ഇടേണ്ടതാണ്. ഇതിടണതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിക്കില്ല. ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ കാണുക. ഓൾമോസ്റ്റ് അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കായും കൂടെ മിക്സാക്കി അതിലേക്ക് ഇടുക. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിപ്പോണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. സിമ്പിൾ റെസിപ്പിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതവിടെ ഇരുന്ന് വറ്റുമ്പോൾ നമുക്ക് മിയയുടെ മെഴുക്കുവരട്ടിയിലേക്ക് പോകാം. മിയയുടെ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ അതിൽ എരിവ് പാടില്ല, ഒന്നും പാടില്ല. ഒരു കുഞ്ഞേ മുളക് വറുത്ത് അവൾ കാണാതെ ഞാനൊന്നിട്ട് വയ്ക്കും, എന്തെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. മിയ അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ ഉപ്പ് നോക്കട്ടെ, മുളക് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം നമ്മൾ വേഗം അത് ഇളക്കി ഒന്നും കൂടെ അടച്ച് വയ്ക്കുകയാണ്. വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. 2 മിനിറ്റ് കൂടെ നമുക്ക് അതുപോലെ തന്നെ വയ്ക്കാം. ഇതിൽ പയറും കായയിലും വെള്ളം നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് വയ്ക്കാം. വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. സിമ്പിൾ റെസിപ്പീസാണ് രണ്ടും. ഓൾമോസ്റ്റ് രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കിനി വേറെ പണിയൊന്നും